2022 ഖത്തർ വേൾഡ് കപ്പിൽ ലിയോ മെസ്സിയുടെ മാരക പ്രകടനത്തിനാണ് ഫുട്ബോൾ ലോകം സാക്ഷിയായത്. മെസ്സിയുടെ ചിറകിലേറി അർജന്റീന വേൾഡ് കപ്പ് നേടുന്നത് നമ്മൾ കണ്ടു. വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരത്തിന് നൽകുന്ന ഗോൾഡൻ ബോൾ പുരസ്കാരം ലിയോ മെസ്സി സ്വന്തമാക്കിയിരുന്നു. 2014 ജർമ്മനിയോട് പരാജയപ്പെട്ടപ്പോഴും കളിക്കളത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം മെസ്സി തന്നെയായിരുന്നു സ്വന്തമാക്കിയിരുന്നത്. വേൾഡ് കപ്പ് ചരിത്രത്തിൽ 2 ഗോൾഡൻ ബോൾ പുരസ്കാരങ്ങളുണ്ട് ലിയോ മെസ്സിക്ക്. കഴിഞ്ഞ തവണ ഗോൾഡൻ ബൂട്ട് റേസിലും മെസ്സി 2ാം സ്ഥാനത്തായിരുന്നു. ഗോളും അസിസ്റ്റുമായി മെസ്സിയുടെ മിന്നലാട്ടമായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ സാക്ഷിയായത്. 2026 വേൾഡ് കപ്പിന് ഇനി കുറഞ്ഞ നാളുകൾ മാത്രമാണ് മുന്നിലുള്ളത്. ഇത്തവണ ആരായിരിക്കും ലോകകപ്പിലെ ജേതാക്കളാകാൻ പോകുന്നത്? എങ്കിൽ ഇത്തവണ ആരായിരിക്കും ആ ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കുക? ChatGPT തന്നെ പ്രവചിക്കുകയാണ്. ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കാൻ സാധ്യതയുള്ള താരങ്ങളെയാണ് പ്രവചിച്ചിരിക്കുന്നത്. ടീമിൻ്റെ ഫോം, നിലവിലെ അവരുടെ ഫോം, ടീമിൻ്റെ സ്ട്രെങ്ത്, വേൾഡ് കപ്പിൽ അവർ എവിടെ വരെ എത്തും എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് റാങ്ക് പ്രവചിച്ചത്. ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് ജർമ്മനിയുടെ ഭാവി താരം എന്നറിയപ്പെടുന്ന ജമാൽ മുസിയാലയാണ്. നിലവിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിൽ ഫുട്ബോൾ ലോകത്തെ ഭാവിയിൽ ഏറ്റവും മികച്ച താരമാകാൻ പോകുന്നവരെന്ന് ഫുട്ബോൾ പണ്ഡിറ്റുകൾ വിലയിരുത്തിയ താരം. അസാധ്യ ട്രിബ്ലിങ്ങും ടെൻഷൻ ഫ്രീ ആയി കളിക്കാനുള്ള കെൽപ്പുമാണ് താരത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. ജർമ്മനിയാണെങ്കിൽ മിന്നും ഫോമിലാണ്. 4ാം സ്ഥാനത്ത് ബ്രസീലിയൻ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ. അഞ്ചലോട്ടിക്കു കീഴിൽ ബ്രസീൽ അപാര ഫോം തുടർന്നാൽ ചിലപ്പോൾ ആ പുരസ്കാരം വിനീഷ്യസ് ജൂനിയറിൻ്റെ കൈകളിലായിരിക്കും എത്തുക. അതിന് കാരണവുമുണ്ട്. വിനിയും മിന്നും ഫോമിലാണ്. ലിസ്റ്റിൽ 3ാം സ്ഥാനത്ത് വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീമുകളിൽ നിന്നായ സ്പെയിനിൽ നിന്നാണ്. അതെ, പെഡ്രിയാണ്. പെഡ്രി ഇത്തവണ ഗോൾഡൻ ബോൾ പുരസ്കാരം നേടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ChatGPT പ്രവചിക്കുന്നത്. കാരണം ബാർസലോണയിൽ നമുക്കറിയാം പെഡ്രി എങ്ങനെയാണ് ആ ടീമിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ സ്പെയിനിലും ആവർത്തിച്ചാൽ, സ്പെയിൻ വേൾഡ് കപ്പിൽ മിന്നും പ്രകടനം നടത്തിയാൽ പെഡ്രിക്ക് അത് കിട്ടാനുള്ള അവസരം കൂടുതലാണ്. ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് വരുന്നത് ജൂഡ് ബെല്ലിംഗ്ഹാം ആണ്. നിലവിൽ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് ഇംഗ്ലണ്ട്. ഇത്തവണ ഇംഗ്ലണ്ട് ഫൈനലിലെത്തുമെന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്. അത്രയും മികച്ച ടീം അവർക്കുണ്ട്. എല്ലാ തവണയും അവരെ നിർഭാഗ്യമാണ് വേട്ടയാറാകാറ്. നിലവിൽ റയൽ മാഡ്രിഡിൽ മിന്നും പ്രകടനമാണ് താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ മികച്ച പ്രകടനമാണ് ഇംഗ്ലണ്ട് ദേശീയ ടീമിലേക്ക് വരുമ്പോൾ നമ്മുടെ ബെല്ലിംഗ്ഹാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സാധ്യതയാണ് നൽകുന്നത്. ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് അത് ഫ്രാൻസിൻ്റെ കിലിയൻ എംബാപ്പെ തന്നെയാണ്. നിലവിൽ തുടർച്ചയായ വേൾഡ് കപ്പുകളിൽ എംബാപ്പയുടെ മിന്നലാട്ടം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ആ കൺസിസ്റ്റൻ്റായി അദ്ദേഹം ഫുട്ബോൾ ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ തുടരുകയാണ്. വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും മികച്ചൊരു ടീം തന്നെ ഫ്രാൻസിനുണ്ട്. ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എംബാപ്പെ തന്നെയായിരിക്കും. നിങ്ങൾ പറയൂ, ഇത്തവണ ആരായിരിക്കും ഗോൾഡൻ ബോൾ പുരസ്കാരം നേടുക? കമൻറ്റ് ബോക്സിൽ ഒപ്പീനിയനായി രേഖപ്പെടുത്തുക.